എപ്പിസോഡിലേക്ക് ഏവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യട്ടെ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു വലിയ പ്രത്യേകത, എനിക്ക് വളരെ സന്തോഷം നിറഞ്ഞൊരു എപ്പിസോഡാണ്. കാരണം എൻ്റെ സ്കൂൾ ജീവിതത്തിലെ സ്കൂൾ കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അധ്യാപകനുണ്ടായിരുന്നു, സുകുമാരൻ സാർ. അദ്ദേഹത്തിൻ്റെ സ്കൂൾ വിട്ടൊക്കെ പോകുന്ന കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം എറണാകുളത്ത് വരികയും നമ്മൾ തമ്മിലൊന്ന് നേരിട്ട് കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടാകാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. സുകുമാരൻ സാർ നമ്മളോടൊപ്പം ഇവിടെ ഉണ്ട്. സാർ, വളരെയധികം വിനയത്തോടു കൂടി നമസ്കാരം. അങ്ങയുടെ ഒരു വലിയ അങ്ങ് തന്ന അറിവാണ് എനിക്ക് ഏറ്റവും വലുത്. നമ്മുടെ എപ്പിസോഡ് ഇങ്ങനെ തുടങ്ങുമ്പോൾ എനിക്ക് ആദ്യമേ സത്യം പറയുന്നത് കണ്ണു നിറയുണ്ട്. കാരണം ചില ഓർമ്മകൾ എങ്ങനെയാണ് നമ്മൾ മാഷിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ വന്നത് എൻ്റെ തുട കരിഞ്ഞൊരു മണമാണ്. കാരണം മാഷ് ഒറ്റ അടി തന്നിട്ട് തുട കരിഞ്ഞു പോയിട്ടുണ്ട്. അനുസരണയില്ലാത്ത കുട്ടികളെ തല്ലി പഠിപ്പിക്കരുതെന്നാണ്. ഞാൻ തല്ലിയത് നിന്നോടുള്ള സ്നേഹവും ലാളനയും കൊണ്ടാണ്. പക്ഷേ ആ ലാളന 3 മാസമാണ് ആ ലാളന എൻ്റെ 2 തൊടയിലും ഡിസൈനായിട്ട് കിടന്നത്. ഇങ്ങനെ ഒരു റൗണ്ട് പോലെ തന്നെ ചൂരക്കസേരയാണെന്ന് തന്നെ വിളിച്ചിട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് നീ നന്നായില്ലേ? അത് വളരെ, കാരണം മാഷിൻ്റെ തല്ലുകൊള്ളാത്തവരായിട്ടും മാഷിനെ തല്ലാത്തവരായിട്ട് ആ നാട്ടിലാരും ഇല്ല. അല്ല, മാഷിൻ്റെ തല്ലുകൊള്ളാത്തവരായിട്ടും മാഷിനെ ഉപദേശിക്കാത്തവരായിട്ടും ആരും ഇല്ല നാട്ടിൽ. കാരണം നമ്മൾ അറിവ് പകർന്നു കൊടുക്കുന്ന ആൾക്കാരാണ്. ഒരു മാഷിൻ്റെ അറിവിൻ്റെ നിറകുണം. കാരണം മലയാളം വാക്കുകൾ ഇത്രയും ഇങ്ങനെ തലയെ ചുമന്നിടങ്ങും, ഒരു കുടം തലയെ ചുമക്കുന്ന ഒരാളായിട്ടാണ് മാഷിനെ ഞാൻ പലപ്പോഴും കാണാറ്. തീർച്ചയായും. ഇപ്പോഴും മാഷ് കുടം തലയെ ചുമക്കാറുണ്ടോ? ഇപ്പൊ മൺകുടായിരുന്നു, അത് പൊട്ടിച്ചേരി പിന്നെ അത് കളഞ്ഞേരി പിന്നെ ഇപ്പൊ ഈ വയറ് കൊണ്ടാണ് നടക്കണത്. മാഷിനിപ്പോൾ ഇത്ര നാളായിട്ട് എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ, നമ്മളെല്ലാം പ്രാർത്ഥനയുണ്ട്. വരാനായിട്ടാ വരാനല്ലെന്ന്, ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കട്ടെ, മാഷിന് ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും മാഷിനെ കുറിച്ചുള്ള ഓർമ്മ എന്ന് പറഞ്ഞാൽ ശരിക്കും പണ്ടൊരു സമയത്ത് മാഷും പിന്നെ സുകുമാരൻ മാഷും ജ്യോതി ടീച്ചർ അതൊക്കെ നിങ്ങളുടെ സ്കൂൾ ജീവിതത്തിലൊക്കെ അതൊക്കെ ഭയങ്കര വിലപ്പെട്ടതും പിന്നെ പ്രധാനപ്പെട്ട വിഷയങ്ങളുമായിരിക്കും. പക്ഷെ എനിക്കത് പേരുദോഷം ഉണ്ടാക്കുന്ന കേസ് കേട്ടാ. എന്നാ കേസ് കിട്ടും? അങ്ങനെ അതൊന്നും ഇവിടെ പറയുന്ന കേസ് കേട്ടല്ല. അതല്ലെന്ന്, മാഷിന്റെയും ജ്യോതി ടീച്ചറുടെ ക്ലാസ് ആണ് ഞങ്ങൾക്ക് നല്ലത്. ഞാനവിടെ ഇനി കഞ്ഞിപ്പുര വെച്ച് വല്ല പ്രശ്നം ഉണ്ടായിട്ട്. കഞ്ഞിപ്പുര വെച്ചാ അല്ലാതെ മായ്ച്ചേരി. ഇവിടെ നമ്മള് എന്റെ സ്റ്റുഡന്റ് ഇത് 10 പേര് കാണുന്ന പരിപാടിയാണ്. അതുപോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അല്ല, അത് ഞാനൊന്നും പറഞ്ഞില്ല, മാഷല്ല കഞ്ഞിപ്പുര എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ അറിയിക്കണത്. അപ്പൊ എന്റെ പറ്റിയിട്ടാ. അപ്പൊ ജ്യോതി ടീച്ചറിന്റെ, അതായത് മാഷിന്റെ ക്ലാസ് ഇവിടെ ഞാൻ പഠിക്കണ എന്താണ്? അല്ല, നിനക്കത് ഓർമ്മയുണ്ടല്ലോ എന്നുള്ളൊരു മോതിരം കയ്യിലില്ല, ഊരി വെച്ചാൽ നന്നായി. പിന്നെ എൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ്സിൽ മാഷ് ഇവിടെ പഠിപ്പിക്കും, തൊട്ടിപ്പുറത്തെ ക്ലാസ്സിൽ ജ്യോതി ടീച്ചർ പഠിപ്പിക്കും. മാഷ് ഇവിടെ ആന്ന് പറയുമ്പോൾ ജ്യോതി ടീച്ചറോടെ കാന്ന് പറയും, ജ്യോതി ടീച്ചറോടെ കാന്ന് പറയുമ്പോൾ മാഷോടെ ആന്ന് പറയും. അപ്പോൾ മാഷ് ഇടക്ക് പറയും വാ എന്ന് പറയുമ്പോൾ ജ്യോതി ടീച്ചറെ കാണാനില്ല. അതെന്താണെന്ന് ചോദിക്കാണ്ടത്. അങ്ങനെ വായെന്ന് പറഞ്ഞിട്ടാണ് ജ്യോതി ടീച്ചറുടെ വീട്ടിൽ നിന്ന് വന്ന് കായും മായും കൂടെ കൂട്ടി എന്നെ പറഞ്ഞത്. ഇതാണ് മാഷിൻ്റെ ഓരോ പ്രശ്നങ്ങൾ. പക്ഷേ മാഷിന് ശരിക്കും പറഞ്ഞാൽ എന്നെ കാണണമെന്ന് തോന്നാൻ കാര്യം എന്താ? പക്ഷേ കാരണം ഇത്രയും വർഷത്തിന് ശേഷം മാഷ് എങ്ങനെ നമ്മളെ കാണണമെന്ന് തോന്നി മാഷിന്? നിന്നെ കാണണമെന്ന് പറഞ്ഞാൽ അത്രയും 2500 കുട്ടികളുള്ള ആ സ്കൂളിൽ നിന്റെ ഒരു സ്നേഹം, ആ ഒരു ബഹുമാനം, ആ ഒരു എളിമത്വം, അത് എൻ്റെ ഹൃദയത്തിലൊന്ന് ആകർഷിച്ചു, സ്പർശിച്ചു. ആ ഒരു സ്നേഹവും ലാളനെ നിന്നോട് അന്നും ഇന്നും എന്നും എൻ്റെ കയ്യിലുണ്ടാവും. അത് 100% ഉറപ്പാണ്. കാരണം എനിക്ക് നിന്നോടുള്ള വാത്സല്യം എന്ന് പറഞ്ഞത് കണ്ടൊരു പ്രത്യേകത എന്താണ് മാഷ്? അന്നും നിന്റെ കയ്യിലിട വേണ്ട ദിനം, കയ്യിരിക്കണ വേണ്ട ദിനം, മറ്റുള്ള പിള്ളേരെ തോണ്ടുക, കഞ്ഞിപ്പേരെ കയറി പയറ് കട്ട് തിന്നുക, പെമ്പിള്ളേർക്ക് മറ്റേ പ്രേമലേഖനം കൊടുക്കുക, ഇതൊക്കെയല്ലേ എന്റെ പ്രധാന തൊഴിൽ. പിന്നെ നിന്നെ എങ്ങനെ മറക്കും ഞാൻ? ഇവിടെ പറയല്ലേ മാഷെ, ക്യാമറ റോളിംഗ് ആയിട്ട് ആൾക്കാർ കണ്ടോണ്ടിരിക്കല്ലേ. നീ പറയിപ്പിക്കണതല്ലേ? ഇത്രയും പിള്ളേരുണ്ടായിട്ട് നിന്നെ മാത്രം ഓർത്തിരിക്കുക കാര്യം. മാഷ് എന്നെ കുറിച്ച് നല്ല കാര്യം ചുളുക്കി കളയാതാ. അല്ല, തുളുക്കിയതല്ല, ഇവിടെ പൊടി ഇരിക്കണമെന്ന് പറഞ്ഞാൽ മാഷിന് ഇവിടെയും കൂടി കുറച്ച് പൊടി ഇരുന്നാൽ മതി. അങ്ങനെ ആലോചിച്ച് ഇങ്ങനെ തുടച്ചേരല്ലേ. പൊങ്ങാക്ക് നല്ല ദൂരെ എന്റെ മാഷാണ്, അധ്യാപകനാണ്. എനിക്ക് അത്രയും ബഹുമാനമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ മാഷ് അന്ന് എനിക്ക് ചൊല്ലിത്തന്നൊരു പദ്യം ഉണ്ടല്ലോ, മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി, ഇന്നും പച്ച വെള്ളമാണ് എനിക്ക്. അതൊന്ന് കേൾപ്പിച്ചേ മാഷിനെ. പച്ചവെള്ളമല്ല, തണുത്തു പോയല്ല, അതിപ്പോ ഞാൻ 2 പാടാം. എനിക്ക് ഓർമ്മയുണ്ടാകുന്ന നിനക്കൊന്നും അറിയണമല്ല. മാഷിന് അല്ല, നിനക്ക് ഓർമ്മയുണ്ടാകുന്ന എനിക്കൊന്നും അറിയണമല്ല. ഞാൻ ചൊല്ലല്ല, പച്ചവെള്ളം പോലെ അല്ല. മലരണി കാടുകൾ തിങ്ങി വിങ്ങി, മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി. ബാക്കി ഒന്ന് പറഞ്ഞ കരളും മിഴിയും കവർന്നു മിന്നി. ബാക്കി പാടിക്കാ. കറയറ്റൽ ആരലസൽ നല്ല സുഖം. ഒന്നുകൂടെ ചെയ്തേ.
നല്ല സുഖമുണ്ട് എനിക്കത്. സുഖമുണ്ടോ? നിന്നെ ഞാൻ വെച്ച് നോവിച്ചതാ. സിൽക്ക് സ്മിത എന്റെ കൈ ചൂരലില്ലാത്ത നിന്റെ ഭാഗ്യം. എന്റെ കയ്യില് ഞാൻ പറഞ്ഞിട്ടുണ്ട് അശ്ലീല വർത്താനം ക്ലാസ് റൂമിൽ നിന്ന് പറയരുതെന്ന്. ഇന്ന് വരെ ഞാൻ അശ്ലീല വർത്താനം ഞാൻ പറഞ്ഞിട്ടുണ്ടാ മാഷെ? മാഷിനെ ടീച്ചറെ ചേർത്ത് അവിടെ അവൻ അതിൽ എഴുതി വെക്കണം. ഇന്ന് വരെ ഞാൻ എന്തെങ്കിലും ചെയ്താ? ഇത് തന്നെ ഞാൻ പറഞ്ഞത്. എനിക്ക് അധികം ഒച്ചയിട്ട് സംസാരിക്കാൻ പറ്റാത്തതാ. അതെന്നാ? എനിക്ക് പ്രഷർ ഷുഗർ ഒക്കെ ഉള്ളതാ. പ്രഷർ ഷുഗറും പ്രഷർ ഷുഗറും ഉണ്ടാവും ഈ സ്വഭാവത്തിൽ. ഷുഗർ ആയിരുന്നു മാഷിന് ആ കാലഘട്ടത്തിൽ മുഴുവൻ. ഏത് ടീച്ചറെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്തായിരുന്നു? അല്ല, അവർക്ക് ഞാൻ ക്ലാസ് കൊടുക്കുന്നതല്ലേ, നിങ്ങൾ എങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെ നേർവഴിക്ക് കൊണ്ടുവരണമെന്ന് അവർക്ക് ഞാൻ ക്ലാസ് കൊടുക്കുക. അവർക്ക് മാഷ് ക്ലാസ് കൊടുത്ത് അവർക്ക് ക്ലാസ് പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലാണ് അവർ പഞ്ചായത്തിൽ നിന്ന് അടുത്ത സ്കൂളിലേക്ക് ഡിസ്ട്രായി പോയത്. നീ പറഞ്ഞ് നാറ്റിക്കും. ഞാനൊരു കാര്യം പറയാം, മാഷിനെ കണ്ട സന്തോഷം. പ്രേക്ഷകർ ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കരുത്, മാഷിനോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് ഞാൻ പറഞ്ഞാണ്. ഞാൻ എന്നും മാഷിന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാനും PP രാധാമണിയും കൂടിയുള്ള ലവ് ലെറ്റർ പിടിച്ചു. അത് ഞാൻ എഴുതിയ മാഷ് പിടിച്ചത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. സ്കൂളിന്റെ വായിക്കാൻ ഭൂഷണടക്ക് ലവ് ലെറ്റർ എഴുതി വെച്ചും പോവും. അത് വന്ന് അവളെടുക്കും. ഒരു ദിവസം മാറി തിരിഞ്ഞ് ഇതെന്റെ കയ്യിൽ വന്ന് വീണ്. നീ എന്നാ അവളെ വിളിച്ചത്? ശർക്കര എന്നാണ് തേനെന്ന്. നീ എന്റെ പായസം വെക്കാൻ പോണം. എന്റെ പൂങ്കോടിയെ. ഓ എന്റെ പൊന്നച്ച. പിന്നെ അവിടെ ആങ്ങളെ പിന്നെ അച്ഛനും അവിടെ നാട്ടുകാരെല്ലാം കൂടെ വന്നിട്ടാണ് പിന്നെ ഇവനെ ചൊവ്വിന് നേരെയാണോ നിന്നെ അവരെന്ന് വിട്ടത്. പക്ഷെ വേറൊരു കാര്യം മാഷ് അറിയാമോ? അന്ന് ഞാൻ പ്രേമിച്ച TP രാധാമണിയാണ് ഞാൻ ഇന്ന് കല്യാണം കഴിച്ചേക്കുന്നത്. ആണാ? അതറിയില്ല. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ആ കൊച്ചിന് നല്ല ചീത്തയും കണ്ട ഇപ്പോഴും തിരിച്ചറിയാൻ മേൽ. എന്താണ് മാഷെ പറയണത്? അവക്കൊരു നല്ല ജീവിതം കൊടുത്ത് ഞങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞ മാസം ഉണ്ടല്ലോ, ഇപ്പൊ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പില്ലേ, വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോഴും തത്തമ്പളി LP സ്കൂളിന്റെ 1ാം ക്ലാസ്സിലാണ് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി മാഷിനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊന്ന് ആദരിക്കാൻ വേണ്ടി ഇരിക്കുന്നു. മാഷിനൊരു ചുമന്ന പട്ടക്ക കൊണ്ട് പുതപ്പിക്കണം. എടാ എന്റെ ഫോണൊന്ന് ശരിയാക്കി തന്നെ. എന്റെ ഫോണിൽ ഈ വാട്സപ്പിൽ നമ്മുടെ രമൺ ടീച്ചർക്ക് ഒരു ഹായ് കൊടുത്തിട്ട് ഇതുവരെ വന്നിട്ടില്ല. ആർക്ക്? രമൺ ടീച്ചർക്ക്. രമൺ ടീച്ചർക്ക് ഹായ് കൊടുത്ത് എങ്ങനെ വരായിരിക്കും? രമൺ ടീച്ചർ ഹസ്ബൻഡാണ് ഉപയോഗിക്കണം. അവർക്ക് മൊബൈലൊന്നുമില്ല. അയാൾ കണ്ടു കാണാം. അയാൾ എന്തായാലും മറുപടി തരും. എന്റെ ദൈവമേ, പിന്നെയും പ്രശ്നങ്ങൾ. വിഷമിക്കാതെ നമുക്ക് ശരിയാക്കാം. പിന്നെ ഞാൻ മാഷിനോട് ചോദിക്കട്ടെ, മാഷ് ഇപ്പൊ അധ്യാപന ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ വിരമിച്ചില്ല, എന്താണ് ഇപ്പൊ കുട്ടികളെ കാണാതിരിക്കുമ്പോഴൊക്കെ എന്താണ് ഒരു അവസ്ഥ? എനിക്ക് ഈ കുട്ടികൾ എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ എനിക്കത് കുട്ടികളെന്ന് പറയുന്നത് അതുങ്ങൾ എന്താ പറയേണ്ടതെന്നുള്ള എനിക്ക് വാക്കുകൾ കിട്ടും. അല്ല, അത് കറക്റ്റാണ്. കാരണം മാഷിന്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പറ്റുന്നതല്ല. മാഷിന് 9 കുഞ്ഞുങ്ങളുണ്ടായത്. അപ്പൊ പിന്നെ നമുക്കറിയാം കാര്യങ്ങൾ. അതല്ല, എന്റെ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ മക്കളെക്കാൾ വലുതാണ്. അത് കറക്റ്റ്, അത് ന്യായം. കാരണം ഞാൻ അങ്ങനെയാണ് അവരെ അറിവ് പകർന്നു കൊടുക്കുകയാണ്. അങ്ങോട്ട് ചുമ്മാ പറഞ്ഞു കൊടുക്കുകയല്ല, പിന്നെ ഷവലിന് കുത്തി അങ്ങോട്ട് കൊടുക്കണം. അങ്ങോട്ട് കൊടുക്കണം. ഒരുത്തനാണ് എന്നെ തന്തക്കം വിളിച്ചു പോയത്. പ്രഭാകരന്റെ മകൻ തന്തക്കൊന്നും വിളിച്ചിട്ടില്ല. പ്രഭാകരന്റെ മകൻ മാഷ തന്തക്ക് വിളിച്ചിട്ടില്ല. ഇല്ല ഇല്ല. പ്രഭാകരന്റെ മകനായിട്ടൊന്ന് ചർച്ച ഉണ്ടായില്ലേ? എടാ അവനോട് ഞാൻ ചോദിച്ചു 5-3 എത്ര പറഞ്ഞു 8 പറഞ്ഞു. 5-3 8. അപ്പൊ ഞാൻ തിരിച്ചെന്ന് ചോദിച്ചാ 3-5 അവൻ വിളിച്ച തെറിക്ക് കൈയും കണക്കുമില്ല. അവൻ അറിയായിരുന്നത് എന്ത് 3-5 8 അതല്ലേ. പ്രഭാകരന്റെ മകൻ മാഷിനെ ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. മാഷിനെ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്നെ തന്തക്കം നിലവിളിക്കും വിളിച്ചവൻ ഒന്നും പറഞ്ഞില്ല. പ്രഭാകരന്റെ മകൻ മാഷിന്റെ അടുത്ത് അന്ന് വഴക്കിട്ടെ പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ നേരെ നമ്മുടെ തോപ്പടി കോളനി പോയി മാഷിന് കൊട്ടേഷൻ കൊടുത്തു. അതെനിക്കറിയാവുന്നത്. അല്ല, അവനൊന്നും മാഷിനെ കമാന്ന ലക്ഷണം അവൻ പറഞ്ഞിട്ടില്ല. അവൻ തെറ്റുകാരനല്ല. മനസ്സിലായില്ലേ? എടാ, അധ്യാപകരുടെ മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ ഇവൻ? എന്നിട്ടാണോ കൊട്ടേഷൻ വിട്ടേന്റെ സ്വഭാവം വെച്ച് മാഷ് ഗുരുവല്ല. മാഷ് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എടാ അത് നന്നാകാനാണ്. അല്ലാണ്ട് ഞാൻ എന്തിനാ അവനെ ദ്രോഹിക്കുന്നത്? അതൊക്കെ പോട്ടെ, മാഷിന്റെ മക്കളൊക്കെ നല്ല നിലയിലെത്തിയ എന്താണ് ഇപ്പൊ എന്ത് ചെയ്യും? 2 പിള്ളേരുണ്ട്. ആർക്ക്? എനിക്ക്. ബാക്കിയുള്ള പിള്ളേരൊക്കെ? ബാക്കിയുള്ളത് പെൺപിള്ളേരല്ലേ? അപ്പൊ 2 പിള്ളേർ അവര് 2 പിള്ളേർ 2 പേരും നോക്കും. മൂത്തവനെ നോട്ടം കണ്ട പിന്നെ അവിടെ നിന്ന് കഞ്ഞിന് വെള്ളം കുടിക്കല. അതെന്താ? അവന് ഇച്ചിരി വികൃതിയാ. ജോലിയൊക്കെ ആയി അവർക്ക്? പിന്നെ ഇളയവന് ജോലിയായി. അവന് ഒളിഞ്ഞു നോട്ടായിരുന്നു മെയിൻ. അവര് സർക്കാർ ജോലി വല്ല ആയെന്ന് ചോദിച്ചു. അല്ലല്ല, അവൻ ഒളിഞ്ഞു നോക്കിട്ട് അവനെ കയ്യും കാലം നല്ലടിച്ച് കൊക്കിന്റെ കാലിരിക്കും പോലെ അവൻ ഇടത് കാലിരിക്കുന്നത്. അത്ര മെനകെട്ടവന്മാരാ എന്റെ മക്കള്. എന്നിട്ട് പിന്നെ എന്റെ പേരുടെ പുറത്ത് നടന്ന് കളയും. അതാ വിത്ത്. മാഷിന്റെ പേരുണ്ടായിട്ട് വേണ്ട, അതൊക്കെ എനിക്കറിയാം. ഒരു കാര്യം ചെയ്യും, മാഷിന്റെ ഇളയ മകനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഞാൻ ഇവിടെ സാറിനോട് സംസാരിച്ചിട്ട് അവനെ ജോലി കൊടുക്കാം. നശിപ്പിക്കും ഇവിടെ. ഇല്ല, അവനെ ഞാൻ നല്ല വഴിക്ക് നടത്തിക്കോളാം. മാഷിന്റെ മകനോട് എന്നെ വിളിക്കാൻ പറ. അവന് എന്തുവരെ പഠിച്ചവൻ? അവൻ ഡിഗ്രി. കറക്റ്റ് പറ, കറക്റ്റ് കാര്യം പറ. പിന്നെ പോയിട്ട് കറക്റ്റ് കാര്യം പറ മാഷെ. അവൻ കറക്റ്റ് എന്തുവരെ പഠിച്ചത്? അവൻ 5 ഒതുക്കിടാ പോയി. 5 ഒതുക്കി കറക്റ്റ് കേസ് പറഞ്ഞാൽ ഞാൻ ജോലി കൊടുക്കാം. എടാ 3ാം ക്ലാസ്സിൽ 4 കേജിന് പിന്നെ അവനെ അതിനകത്ത് കയറിയിട്ടില്ല. അപ്പൊ ഞാനും അവനും ഒരേ ഓക്കെ ആണ്, ഞാൻ ജോലി കൊടുക്കാം. അത് കുഴപ്പമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, മാഷ് എന്നെ വിളിക്കാൻ പറ. പിന്നെ മാഷ് ഇങ്ങോട്ട് വരാൻ കാര്യം എന്താണ്? എനിക്ക് ഈ പഴയ കുട്ടികളെയൊക്കെ നമ്മുടെ
ഒന്ന് വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. മാഷിന്റെ ഫോണിലേക്ക് മാഷിന്റെ പറഞ്ഞല്ല വിനീത ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞാൽ ഷൂട്ടിങ്ങിന്റെ ഇടവേള വിളിച്ച്. അതെ അതെ. ഏതെങ്കിലും മാഷന്മാർ ഇടുന്ന പാട്ടാണ് അവര് ഫോണിൽ ഇട്ടേക്കണത്. ഒരു ഫോണിൽ ഇട്ടേക്കണ പാട്ടാണ് വാടാ വാടാ പയ്യ. ഈ പ്രായത്തിന് ചേർന്ന പാട്ടാണ്. അല്ല അതിപ്പോ ഈ ന്യൂ ജനറേഷൻ ഓൻ തുടങ്ങിയ പോലെ എടുത്ത പാട്ട് നിങ്ങൾ ഇട്ടേക്കണം. ഓൻ തുടങ്ങിയ പോലത്തെ പാട്ട്. അത് ഇപ്പൊ ന്യൂ ജനറേഷൻ പിള്ളേരല്ലേ, അപ്പൊ അവർ ഒന്ന് സൂചിച്ചോട്ടെന്ന് ഓർത്തിട്ടാണ് ആ പാട്ട് ഞാൻ 30 രൂപ കൊടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ട്. ചിരിക്കണാണോ ചുമക്കണാണോ? അല്ല ചുമയുണ്ട്, ചിരിയുണ്ട്. ആസ്മയുടെ ചെറിയൊരു ഇതുണ്ടേ. ആസ്മയുടെ ചെറിയൊരു ഇതുണ്ടേ. എന്തുണ്ട്? ശ്വാസം അങ്ങോട്ട് എടുത്ത് വെച്ച് പിന്നെ ആലോചിക്കണം വിടണാൻ വേണ്ടിയെന്ന്. അത് കഴിഞ്ഞാൽ പോണത്. ഈ വിതിരത്തിലെടുക്കണമെങ്കിൽ അടുത്ത കർക്കിടകത്തിലാണ് ശ്വാസം പോണത്. പക്ഷെ മരുന്നൊക്കെ മേടിച്ച് കഴിക്കണം. മരുന്ന് കഴിച്ചിട്ട് കുറവുണ്ട്, മരുന്നിനെ കുറവ്. ഇനിയിപ്പോ അവര് പറഞ്ഞത് ഡോക്ടറോട് കാണിച്ചു കഴിഞ്ഞപ്പോ ഈ നേരത്തെ എനിക്ക് ഈ ശ്വാസം മുട്ടലിൽ കാണിച്ച് ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളിക കഴിച്ചായിരുന്നു. അത് കറക്റ്റ്. ഇനി അതിന്റെ റിഹേഴ്സൽ അടിച്ചതാണെന്നൊരു ചെറിയ സംശയം ഉണ്ടെന്ന്. റിഹേഴ്സൽ അല്ല, അതിന്റെ റിയാക്ഷൻ അടിച്ചു. അങ്ങനെ ഒരു സംശയം എനിക്കില്ല. അത് ഈ വയസ്സും പ്രായം എന്റെ മാഷൊരു കാര്യം ചെയ്താൽ മതി. രാവിലെ ഞാൻ ഇച്ചിരി സംഭവമൊക്കെ മെഡിക്കലായിട്ട് കുറച്ച് കാര്യം അറിയാം. മെഡിക്കലല്ല, മെഡിക്കലായിട്ട് കുറച്ച് കാര്യം. മാഷിന്റെ കണ്ണെന്ന് കാണിച്ച് നാക്കൊന്ന് കിട്ടിക്കേ. പല്ല് കഴിച്ചില്ലല്ലേ, വാടച്ചൂടി. ഇതാണ് അവരുടെ ഇത്രയുള്ള ഞരമ്പിന്റെ കംപ്ലൈന്റ് ആണ്. മാഷിന് ഞരമ്പ് രോഗമാണ്. മാഷിന് ഞരമ്പ് രോഗം. മാഷ് രാവിലെ ആകുമ്പോ എഴുന്നേറ്റ് എത്ര മണിക്ക് എഴുന്നേക്കും? ഞാനൊരു അസ്തമന സമയമാകുമ്പം ഏതാണ്ട് 6 മണി. 6 മണിക്ക് എഴുന്നേറ്റ് ഞാൻ മാഷ്. അല്ല അസ്തമന സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം അല്ലേ? വൈകുന്നേരം അല്ല, രാവിലത്തെ കാര്യം ഞാൻ പറയണത്. രാവിലെ അപ്പൊ ഉദയ സമയം 6:30. 6:30 എഴുന്നേക്കുക. 6:30 എഴുന്നേറ്റ് ഞാൻ ആദ്യം എന്ത് ചെയ്യും? ആദ്യം എണീറ്റ് കണ്ണാടി നോക്കും. അതെന്തിനാ? ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാതെ. അല്ലട മഹാഭാവി, എങ്ങനെയാണ് ആള് ക്ലാവറായത്? ഇന്നലത്തേക്കാളും എടുക്കാനായിട്ടോട്ടോ ഒന്ന് നോക്കും. ഒരു കാര്യം, മാഷ് ഒരു 6:30 മാഷിന്റെ പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞ് രാവിലെ ഓടിയാൽ മതി. അത് വേണമെങ്കിൽ ഓടിക്കണുണ്ടല്ലോ അത്യാവശ്യം. അപ്പൊ ആരോഗ്യമില്ലേ? ആരോഗ്യമുണ്ട്, അതുകൊണ്ടാണല്ലോ ഓടണത്. ആരോഗ്യമില്ലാതെ നടക്കണം, അന്ന് അവിടെ ചവിട്ടി കൂട്ടും. അപ്പൊ രാവിലെ ഓടിക്കഴിഞ്ഞാൽ മാഷിന്റെ ഈ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും. അത് പോട്ടെ. ഇപ്പൊ ഞാൻ വന്നതെന്ന് വെച്ചാലേ ഈ നമ്മൾ പഠിപ്പിച്ചു വിട്ട പിള്ളേര് വല്ലതും കുറെ എണ്ണം രക്ഷപ്പെട്ടു. അത് ഞാൻ എന്നെ പോലത്തെ കുറച്ച് പേര്, വളരെ കുറച്ച് പേര്. കുറെ എണ്ണമൊക്കെ കാര്യം കണക്കാണ്. അതുങ്ങളങ്ങനെ വഴിതിരിവില്ലാതെ അങ്ങനെ പോയി. അപ്പൊ എന്നാലും ഞാൻ കാണുന്ന പിള്ളേരോട് എല്ലാവരും ഉപദേശിച്ചടാ, അങ്ങനെ പോകരുത്, ഇങ്ങനെ പോകരുത്, നല്ല വഴിയാ പോണം. അത് നല്ല വഴിയെ പോണം. അത് എല്ലാ മാഷന്മാരും ഉദ്ദേശിക്കുന്ന കേസാണ്. അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിപ്പെടുത്തി വിടാറുള്ളതാണ്. ഇപ്പൊ ഞാൻ വന്നതെന്ന് പറഞ്ഞെന്നാ നമ്മുടെ സ്കൂളിന്റെ മൂത്രപ്പേര ഇച്ചിരി പോയി കിടക്കാൻ. നമ്മുടെ സ്കൂളിലെ മൂത്രപ്പുര എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഞങ്ങൾ പഠിച്ചപ്പോഴത്തേക്കിനും അവിടുത്തെ കഥ എടുത്തിട്ട് നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ കഥ അവിടെ വയ്ക്കും, ക്ലാസ് തുടങ്ങുമ്പോൾ ക്ലാസ്സിൻ്റെ അവിടെ കൊണ്ടുപോയിക്കും, ഹെഡ് മാസ്റ്റർ വരുമ്പോൾ ഹെഡ് മാസ്റ്റർ മുറി കൊണ്ടുപോയിക്കും. ഒറ്റ കഥ വെച്ച് നമ്മൾ അതൊക്കെ തന്നെ ഇപ്പോഴും ഇതൊക്കെ മാറ്റിയിട്ട് മൊസൈക്ക് ഇടണമെന്ന്. മ്യൂസിക് ഇടാൻ വേണ്ടി അവിടെ ഗാനം നടക്കണം. അതല്ലെന്ന് എടാ, തിണ്ണൊക്കെ മൊസൈക്ക് ഇടണ്ടേ? മാർബിൾ മൊസൈക്ക് ഗ്രാനൈറ്റ്. അത് തന്നെ. ആ സാധനം ഇടാൻ വേണ്ടിട്ട് PTA വണ്ടിന്ന് കുറച്ച് പൈസയുണ്ട്. PTA വണ്ടിന്ന് പൈസയുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് പഠിച്ച് രക്ഷപ്പെട്ടു പോയ പിള്ളേര്, രക്ഷപ്പെടാത്ത പിള്ളേര് ഇച്ചിരി പിന്നെ ചില്ലറ അവരെ കൊണ്ട് കഴിയാവുന്ന ചില്ലറ. ഇപ്പൊ നിന്നോട് ഞാനിത് പറയണമെന്നില്ല. അവിടെ നിന്ന് പിയൂണിനെ പറഞ്ഞു വിട്ടേക്ക് ഞാനിന്റെ പോലെ പക്ഷെ പറഞ്ഞിട്ട് വരികയാണ്. സ്കൂളിലെ പിയൂണാണ്. അപ്പൊ അതൊന്ന് ഇടപാടി നീ കാശ് കൊടുത്തു എനിക്കറിയാം. അതല്ല മര്യാദ. ചില്ലറയല്ലേ? ചില്ലറ ഞാൻ വരും. എനിക്ക് നിന്നെ കാണണം, കണ്ട് സംസാരിക്കണം, നിന്റെ വിശേഷങ്ങളെ അറിയണം എന്നുള്ള ബോധമുള്ളത് കൊണ്ടാണ് ഞാൻ വന്നത്. എൻ്റെ മകനാണ് നീ, വിദ്യാർത്ഥിയല്ല. അപ്പൊ അത്ര അടുപ്പത്തോടും സ്നേഹത്തോടും കൊണ്ടാണ് ഞാൻ വന്നത്. അപ്പൊ പണ്ട് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ട് ഞാൻ മാഷിന്റെ മകനാണ് റേഷൻ കടയിലെ ചന്ദ്രൻ ചേട്ടൻ വരെ പറഞ്ഞിട്ട് സംഭവം നേരാണ്. അല്ലല്ല, എന്റെ മകനാണ് നീ എന്ന് പറഞ്ഞ മാഷ് അല്ല. ഞാൻ സ്നേഹ ലാളന അങ്ങനെ ലാളിത്യം കൂടി കൊണ്ട് പറഞ്ഞതാ. അപ്പൊ ഈ മുദ്രപ്പുര കെട്ടാനായിട്ട് നീ ഒരു 50,000 രൂപ ചെറിയൊരു തുക, നിന്റെ 1-2 ദിവസത്തെ പണികാഴ്ചയാവുള്ളൂ, അത് തന്ന് സ്കൂളിലെ എന്നെയും സ്കൂളിലെ പിള്ളേരെ എല്ലാവരെയും ഒന്ന് സഹായിച്ച് ഇതൊരു പിന്നെ മംഗളകർമ്മമാക്കി അതിന്റെ ഉദ്ഘാടനം ചെയ്തിട്ട് വേണം നീ പോകാനായിട്ട്. അപ്പൊ അതാണ് ഞാൻ ഈ വെയിലും കൊണ്ട് ഈ ഇത്ര ദൂരം നടന്ന് ഇവിടെ നിന്നോട് വന്ന് കണ്ട് സംസാരിച്ചിട്ട് പറഞ്ഞില്ല. ഒന്നുകൂടി ക്ലിയർ ആയില്ല. 50,000 രൂപ നിന്റെ 2-3 ദിവസത്തെ പണികാഴ്ച അത് സ്കൂളിൽ കൊടു. ഇപ്പൊ ഭാവിയിൽ നിന്റെ മക്കളും അവിടെ ഒന്ന് പഠിക്കാനുള്ളതാണ്. ഈ മൊസൈക്കിടണ്ടേ? അതെ, മൊസൈക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ 50,000 രൂപ ഞാൻ എന്നെ കൊണ്ട് വെക്കുന്ന ഒരു ചെറിയ തുക ഞാൻ മാഷിന് തരാം. പിന്നെ എനിക്ക് വേറൊരു കാര്യമാണ്, എനിക്ക് മാഷിനെ പണ്ടും എനിക്ക് മാഷിനെ സംസാരത്തിൽ എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പൈസ തരാത്തത്. ഒരു ദിവസം ഞാൻ മാഷ് പണ്ടത്തെ ബാത്റൂമില്ലേ, പണ്ടത്തെ ബാത്റൂം കെട്ടാൻ വേണ്ടി അന്ന് നമുക്ക് മറ്റേ സിനിമ പറഞ്ഞ ആരാ, മോഹൻലാൽ. ആരാ പൈസ തന്ന? അത് മോഹൻലാൽ. അന്ന് മോഹൻലാൽ പൈസ തന്നാ ഈ ബാത്റൂം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മോഹൻലാൽ വന്നാ
വന്നല്ല ബാത്റൂം കൊടുക്കാൻ മോഹൻലാൽ വന്നപ്പോഴത്തേക്കിനും മാഷ് ആ മൈക്കിൽ കൂടി എന്താ വിളിച്ചു പറഞ്ഞത്? പറഞ്ഞു ഞാൻ എപ്പോ ബാത്റൂമിലേക്ക് നോക്കണം അപ്പൊ എനിക്ക് മോഹൻലാലിന്റെ മുഖോട്ട് തോന്നുന്നു. അപ്പൊ ഇത് ഇത്രയും ആൾക്കാരെ ഉപയോഗിച്ച് പുള്ളിനെ അപമാനിച്ചിട്ട് പിന്നെ അത് നമ്മൾ പുള്ളിയല്ലേ ഇത് കെട്ടിത്തന്നത്. അപ്പൊ പുള്ളിനാന്ന് ഓർക്കട്ടെ നമ്മള്. കക്കൂസും ബാത്റൂമും കാണുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മുഖം ഓർക്കണം. അപ്പൊ ശരിയല്ല. അങ്ങനെയല്ല, പുള്ളിയല്ലടാ ഇത് പണിഞ്ഞു തന്നത്. ഓ നീ മനസ്സിലാക്ക്. ഒന്നാമത്തെ കാര്യം ശ്വാസം മുട്ടല്ല അസുഖമുള്ള. അപ്പൊ മാഷിന് പൈസ തന്നു കഴിഞ്ഞാൽ ഓക്കെ 50,000 നിന്റെ 2ാം മാസം പോയാതെ വിലക്കൂലി അത് മതി. നിന്റെ പിള്ളേർക്കും വന്ന് പഠിക്കാനല്ല. അപ്പൊ എന്റെ പിള്ളേര് ബാത്റൂമിൽ വന്നാണോ പഠിക്കുന്നത്? അല്ലെന്ന് സ്കൂളിൽ വന്ന് പഠിക്കാനല്ല, മൊസൈക്കിന്റെ അതിനകത്ത് പോകണ്ടേ. അപ്പൊ ഞാനൊരു കാര്യം ഞാനിവിടെ വിളിച്ചു പറഞ്ഞിട്ട് മാഷിന് ഞാനൊരു പൈസ എന്നെ കൊണ്ടുവെക്കുന്നൊരു പൈസ ഞാൻ കൊണ്ട് തന്നേക്കാം. നിന്നെ കാണുവാ? നിന്നെ ഇനി കാണുവാ? അല്ല ഞാൻ എന്നെ അപ്രത്യക്ഷമാകാൻ പോണു. അല്ല നിന്നെ രൂപ ചോദിച്ചോണ്ട് നീ നട്ടടത്ത് മുളക്കല്ലാതെ പണ്ട് പോലെ. ഇല്ല ഞാൻ മാഷിന് 50,000 രൂപയല്ലേ മാഷിന് ഞാൻ 1,00,000 രൂപ തരും. മാഷ് ഞാൻ ഇവിടെ വെച്ച് ഞാൻ പറയണത് ഇത്രയും ആൾക്കാർ കേൾക്കാൻ ഞാൻ പറയുന്നത് മാഷിന് ഞാൻ 1,00,000 രൂപ ഞാൻ മാഷിന് തരും. തീർച്ചയായും 1,00,000 രൂപ മാഷിന് തന്നിരിക്കും. മാഷ് ഞാൻ 1,00,000 രൂപ തന്നായിട്ട് ഇവിടെ പ്രഖ്യാപിക്കണം. നീ ഒന്ന് വിളിച്ചേ. അല്ല സ്വപ്നമാണെന്ന് അറിയാൻ വേണ്ടിട്ട് മാഷ് ഇത് പ്രഖ്യാപിക്കണം. 1,00,000 രൂപ വിനീത് എന്നത് പ്രഖ്യാപിക്കണം. പറഞ്ഞോ. അല്ല എമൗണ്ട് കിട്ടിയില്ല. പറഞ്ഞോ എമൗണ്ട് കിട്ടും പറഞ്ഞോ. ഇവിടുത്തെ നമ്മുടെ പിന്നെ പൂർവ്വ വിദ്യാർത്ഥി, ഇവിടുത്തെ പൂർവ്വ അല്ല സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി വിനീത് കുമാർ ഇപ്പൊ നമ്മുടെ സ്കൂളിന് മുസൈക്കിടാൻ വേണ്ടിയിട്ട് 1,00,000 രൂപ ഇങ്ങോട്ട് തന്നോളാമെന്ന്, സ്കൂളിന് വേണ്ടി തന്നോളാമെന്ന് അവൻ ഇപ്പൊ തന്നിരിക്കുന്നു. കൈ കിട്ടിയിരിക്കുന്നു. കിട്ടിയിട്ടില്ല. ധൈര്യമായിട്ട് പറഞ്ഞോ. എന്റെ കയ്യിൽ വളരെ സുരക്ഷിതമായിട്ട് ഈ പൈസ എമൗണ്ട് ഏൽപ്പിച്ചിട്ടില്ല. അല്ല കൈ കിട്ടിയിരിക്കുന്നെന്ന് പറഞ്ഞോ. കിട്ടിയിരിക്കുന്ന പറഞ്ഞ നീ കാഴ്ചയില്ലെങ്കിൽ ഞാൻ തന്നെ മേടിക്കും. ഇല്ല അത് ഓക്കെയാണ്. ഇവിടെ ഇത് കഴിഞ്ഞാൽ ഉടനെ പൈസ തരും. മാഷ് ധൈര്യമായിട്ട് പറഞ്ഞോ. കിട്ടിയിരിക്കുന്നു. നമ്മുടെ വിനീത് ഈ 1,00,000 രൂപ കാശായിട്ടല്ലേ? കാശായിട്ട് തന്നെ കാശായിട്ട് കിട്ടിയിരിക്കുന്നു. ഈ എന്റെ അടുക്കെ സുകുമാരൻ മാഷിന്റെ ഒക്കെ 1,00,000 രൂപ തന്നു കൈപ്പറ്റിയിരിക്കുന്നു. ഓക്കെ അടിപൊളി. മാഷിന് ഞാൻ 1,00,000 രൂപ തന്നു. മാഷിന് വേണ്ട 50,000 രൂപ. ബാക്കി 50,000 രൂപ തിരിച്ചു. അതെങ്ങനെ ശരിയാവും? നീ കാശ് തന്നില്ലല്ലോ. അതെങ്ങനെ ശരിയാവും? ഇത്ര ആൾക്കാർ കേൾക്കും മാഷ് പറഞ്ഞില്ല 1,00,000 രൂപ തന്നു പറഞ്ഞില്ല. അത് പിന്നെ 50,000 രൂപ തിരിച്ചു തന്നെ പറ്റില്ല. അതെങ്ങനെ എന്റെ കാശിന് വിലയില്ലേ? എന്റെ കാശിന് വിലയില്ല. എനിക്ക് എന്നെ 50,000 രൂപ തിരിച്ചു തന്നെ. ഇതാടാ നീ ഗുണം പിടിക്കാത്തത്. നീ സ്കൂളിൽ നിന്ന് നിന്നെ തല്ലി ഓടിച്ചപ്പോഴേ ഞാൻ ഓർത്താണ് നീ അതുപോലെ തന്നെ സംഭവിക്കുമെന്ന്. ഇപ്പൊ പറ്റിയില്ലേ മഹാഭാവി. ഇനിയിപ്പോ PTA കാരൊക്കെ ഞാൻ എന്നാ പറയൂടാ.